ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം പുതുപ്പള്ളി പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് ആളുകൾ ധാരാളമായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നിരവധി പേർ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം UDF സ്ഥാനാർത്ഥികൾ നിരവധി പേർ ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ കല്ലറയിലെത്തി പൂക്കളർപ്പിക്കുകയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തു. എല്ലാവരും ഇവിടെ ഉമ്മൻചാണ്ടിയുടെ സവിധത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സ്ഥിര സാന്നിധ്യമാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ. ഇത്തവണ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിരവധി പേർ കാണാൻ വരുന്നുണ്ട്. എങ്ങനെ കാണുന്നു? ഇപ്പോഴും ഒരു ഉമ്മൻചാണ്ടി തരംഗം തന്നെ കേരളത്തിൽ ഇപ്പോഴും ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു. കേരളത്തിൽ മൊത്തം ഉമ്മൻചാണ്ടി ആത്മാവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇപ്പം ചാണ്ടിയുമ്മൻ ഇവിടെ പുതുപ്പള്ളിയുടെ MLA ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എങ്ങനെ മകൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നു? ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന് നൂറ്റാണ്ടിലധികം അദ്ദേഹം പുതുപ്പള്ളിയിൽ നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപെടുന്നതൊക്കെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ചാണ്ടി ഇപ്പോൾ എങ്ങനെ പോകുന്നു? ചാണ്ടിയുടെ ആളുകളുമായുള്ള ഇടപെടലും പ്രവർത്തനങ്ങളും. ചാണ്ടി പല ആസ്പെക്റ്റിലും ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് ഭേദിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി നല്ല ഫാസ്റ്റായിട്ട് നടക്കും. കൂട്ടത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ചാണ്ടിവൻ ഓടും. ഉമ്മൻചാണ്ടി തേഞ്ഞ ചെരുപ്പോടെ നടക്കും, ചാണ്ടിവൻ ചെരുപ്പില്ലാതെ നടക്കും. ഉമ്മൻചാണ്ടി കേരളം ഒട്ടാകെ നടക്കും, ചാണ്ടിവൻ ഇന്ത്യ മൊത്തം നടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ നടുവിൽ തന്നെയാണ് ചാണ്ടിയുമ്മനും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ജനങ്ങളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ട് അയ്യോ കുഞ്ഞാണ് നിൽക്കുന്നതെന്ന് അതുപോലെ തോന്നിപ്പോയിട്ടുണ്ട്. ഒരമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ഇപ്പോഴും കുഞ്ഞേന്നതിൻ്റെ വായി വരുത്തുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഈ നാട്ടിൽ പുതുപ്പള്ളിയിൽ വേണ്ട കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ട് ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം ആളുകളുടെ മനസ്സിൽ തന്നെയാണ്, അതുകൊണ്ട് വേറൊരു സ്മാരകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, അതൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. എന്ന് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയങ്ങളുണ്ട്. അതിൻ്റെ കണ്ണുനീരാണ് ഇപ്പോഴും അതിൻ്റെ പ്രൂഫ്. ഇവിടെ വരുന്ന ഒരുപാട് പേര് കരയുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴും ഒരുപാട് പേര് കരയുന്നുണ്ട്. ആ കരച്ചിലാണ്. സാധാരണ രാഷ്ട്രീയക്കാരുടെ ഒരുപാട് പേര് വരും, പക്ഷേ 2-3 വർഷമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പലപ്പോഴും വയസ്സായിട്ട് കാണുമ്പോഴൊക്കെ ആൾക്കാർ വിങ്ങിപ്പൊട്ടാറുണ്ട്. അതൊരു സ്നേഹത്തിൻ്റെ പ്രതീകമല്ലേ? തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ഇപ്പോഴും നിരവധി പേർ പ്രാർത്ഥിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പലപ്പോഴും സാക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മറിയാമ്മ ഉമ്മൻ. ഒരു ഊർജ്ജം തന്നെയാണ് UDF നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തുമ്പോൾ ലഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ആ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം നിരവധി സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തിയാണ് തങ്ങളുടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.